അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന തീവ്ര ഭീഷണികളെ മുഖവിലക്കെടുക്കാതെ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കരാറുകളിലൊന്നായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കും. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 4/1 വിഹിതം കൈകാര്യം ചെയ്യുന്ന കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചില കാര്യങ്ങളിൽ കൂടി സമവായത്തിലെത്താനുണ്ടെങ്കിലും കരാർ ഒപ്പുവയ്ക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ EU നേതാക്കൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ജനുവരി 27-ന് കരാർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 200 കോടി ജനങ്ങളും ലോക GDP-യുടെ കാൽഭാഗവും വരുന്ന വിപണി ഇരുവർക്കുമായി തുറന്നു കിട്ടുന്നതോടെ കളി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് യൂറോപ്യൻ യൂണിയൻ. കോവിഡ് കാലത്തെ ഇടിവിന് ശേഷം ഇരുവരും തമ്മിലുള്ള വ്യാപാരത്തിൽ വ്യക്തമായ വളർച്ചയുണ്ടായിട്ടുള്ളത്. 2024-ൽ മാത്രം 120 ബില്യൺ യൂറോയുടെ വ്യാപാരമാണ് ഇരുവർക്കുമിടയിൽ നടന്നത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 17% ഇത്. മറുവശത്ത് EUവിന്റെ 9ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2024-ൽ EUവിന്റെ മൊത്തം വ്യാപാരത്തിന്റെ 2.4% മാത്രമായിരുന്നു ഇന്ത്യയുടെ പങ്ക്. അമേരിക്ക, ചൈന, UK എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണെങ്കിലും കഴിഞ്ഞ ദശകത്തിൽ EUവും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഏകദേശം 90% വർദ്ധിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും EUവിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. EUവിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിയിൽ യന്ത്രങ്ങൾ, വിമാനങ്ങൾ, ഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, പരുക്കൻ വജ്രങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്കുകൾ, കാറുകൾ, ഓട്ടോ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു.